ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു വലിയ വീഡിയോ എടുക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിന് ഫീസ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ടാരോട്ട് റീഡിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ കാർഡൊക്കെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈമിൻ്റെ കുറവുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വരുന്നുണ്ട്. ചാരിയോട്ട് കാണിക്കുന്നുണ്ട്. ചാരിയോട്ട് അതായത് സന്തോഷകരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. നിങ്ങൾക്ക് യാത്ര കാണുന്നുണ്ട്. ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഒരു യാത്ര നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ബന്ധുവിൻ്റെ വീട്ടിലേക്കായിരിക്കാം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്തേക്കുള്ള യാത്രയാവാം. ഒക്കെയോ രീതിയിലുള്ളൊരു യാത്ര നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റിവാർഡുകൾ വരാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ ഗിഫ്റ്റുകൾ ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ എടുത്ത ഹാർഡ് വർക്കിന്റെ റിസൾട്ടായിട്ട് അവാർഡുകൾ, റിവാർഡുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ ലഭിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സക്സസ് നിങ്ങളുടെ ആരുടെയൊക്കെയോ ലൈഫിലേക്ക് വരുന്നു. കരിയറിലൊക്കെ നല്ല സക്സസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നത്. എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്, അപ്രതീക്ഷിതമായിട്ട്, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പോൾ ജോലി സാധ്യതകളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എന്തൊക്കെയോ നല്ല നല്ല ജോബിന്റെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നു. ആർക്കൊക്കെ കേട്ടോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല വിജയം കാണുന്നുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ആണ് കാണിക്കുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ പുതുതായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ ചിലർ നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില കഴിവുകളെയൊക്കെ നിങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നു. അതിലൂടെ നല്ലൊരു സക്സസിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് പോലും പ്രതീക്ഷയില്ല ഇങ്ങനെ ചില കഴിവുകൾ എൻ്റെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ നിങ്ങൾ കണ്ടെത്തുന്നു. അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്തു പോകുന്നു. അതായത് നിങ്ങൾ അതിലൂടെ നല്ല ഉയരങ്ങളിൽ എത്താനുള്ള സാധ്യത നിങ്ങളിൽ ആർക്കൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തുന്നവരുടെ എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. വളരെ വേഗത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ സന്തോഷകരമായ കാര്യങ്ങൾ വരുന്നുണ്ട്. വളരെ സ്പീഡിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. സഡൻ ചേഞ്ചസ്, പല കാര്യങ്ങളിലും വളരെ പെട്ടെന്ന് ചില മാറ്റങ്ങൾ നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നു. സഡൻ ചേഞ്ചസ് വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കരിയറിലായിരിക്കും നല്ല ചേഞ്ചസ്, വളരെ പെട്ടെന്ന് സക്സസ് ആയിത്തീരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒക്കെ വളരെ പെട്ടെന്ന് അഭിവൃദ്ധിയിലേക്ക് വരുന്നു. പെട്ടെന്ന് പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ ലൈഫിൽ നല്ലത് മാത്രമല്ല വരിക കേട്ടോ. അപ്പോൾ ചിലവരുടെ ലൈഫിൽ പെട്ടെന്ന് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തൊക്കെയോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെയൊക്കെ ലൈഫിലേക്ക് എന്തൊക്കെയോ സങ്കടകരമായ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്താ പറയുക, ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുന്നതായിരിക്കാം, മാരേജ് ലൈഫിൽ പ്രോബ്ലം ഉണ്ടാകുന്നതായിരിക്കാം, അങ്ങനെ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നതായിരിക്കാം, ബിസിനസ്സിൽ നല്ല സക്സസ് വരുന്നില്ലായിരിക്കാം. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ചില മാറ്റങ്ങൾ, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എന്തൊക്കെയോ ഒരു എന്താ പറയുക സങ്കടകരമായ രീതിയിലേക്ക് വരുന്നതായിട്ട് നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിൽ വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഒരുപക്ഷെ പെട്ടെന്നത് ഒരു ബിസിനസ്സിലൊരു എന്താ പറയുക ഒരു ലോസ് വരുന്നു. കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന കരിയർ ആയിരിക്കും, അവിടെ പ്രോബ്ലം വരുന്നു. ജോലിയിലായാലും പ്രോബ്ലം വരും, മാരേജ് ലൈഫോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, അങ്ങനെ നിങ്ങൾക്ക് സങ്കടം വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട്. എപ്പോഴും എല്ലാവർക്കും സന്തോഷം മാത്രമല്ല, സങ്കടകരമായ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെയൊക്കെ മാനേജ് ചെയ്ത് പോവേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ച് തീരുമാനം എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലായാലും അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലൊക്കെ ആയാലും ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. വളരെയധികം ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിലായിരിക്കും, മാരേജ് ലൈഫോ നിങ്ങളുടെ ഫാമിലി ലൈഫിലോ അല്ലെങ്കിൽ ലവിലോ
ലവ് റിലേഷൻഷിപ്പിലോ എവിടെയായാലും വളരെയധികം ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടോ. നിങ്ങൾ വളരെയധികം ചിന്തിച്ച് തീരുമാനം എടുക്കാൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ ബിസിനസ്സിലും ഒക്കെ നിങ്ങൾക്ക് അതേ രീതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഒന്ന് സ്റ്റോപ്പ് ആകുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ കാണുന്നുണ്ട് ആർക്കൊക്കെയോ, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കൊക്കെയോ ഒന്നും കൂടെ നിങ്ങളുടെ കരിയർ സക്സസിലേക്ക് എത്താനായിട്ട് കുറച്ചും കൂടെ ഒന്ന് ആ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആർക്കൊക്കെ കാണുന്നുണ്ട്. കുറച്ചും കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുന്നു, അല്ലെങ്കിൽ വിദേശത്തേക്കൊക്കെ പോയി പഠിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ആർക്കൊക്കെയോ നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നു. അപ്പം കുറച്ചും കൂടി സക്സസ് നിങ്ങളുടെ കരിയറിൽ വരണമെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ചൊന്ന് പഠിക്കാൻ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സക്സസ് കൊണ്ടുവരും. അതുപോലെ ഗവൺമെൻറ് ജോലിക്കാണ് PSC അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു എനർജി കാണുന്നു. അത് ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ കരിയറിൽ ഒരു പ്രൊമോഷൻ കിട്ടാനൊക്കെ എന്തെങ്കിലും കുറച്ചുകൂടി പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ ആരോടൊക്കെ പറയുന്നു കേട്ടോ. ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ടീച്ചിങ് ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു നേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിരിക്കാം. നിങ്ങൾക്ക് വിദേശത്തേക്കൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ കഴിവുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങൾ സ്വയം ഒരു ഹീലറാണ്, അതായത് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ കഴിവുള്ളവരാണ്. സ്വയം നിങ്ങളൊരു ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ്, അതായത് വളരെയധികം ഇൻറ്റ്യൂഷനുള്ള വ്യക്തികൾ, ഡിവൈൻ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളോട് ആരോടൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ കഴിവുള്ള ഒരു എനർജി ഉണ്ട്. നിങ്ങൾ ഡിവൈൻ കണക്റ്റഡ് ആണ്. അങ്ങനെയുള്ള ചില കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ അതിനെ പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് നിങ്ങളിൽ ആരോടൊക്കെ പറയുന്നുണ്ട്. ഡിവൈൻ കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളുടെ എനർജി നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ കഴിവുള്ളവരാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാനായിട്ട് നിങ്ങളിൽ ആരോടൊക്കെ പറയുന്നത്, അത് നിങ്ങൾക്കൊരു പാഷനായിട്ട്, നിങ്ങളുടെ ഒരു പാഷനായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ ലൈഫിൽ അത് ഒരുപാട് ഉപകാരപ്രദമാകുമെന്ന് നിങ്ങളിൽ ആരോടൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിലൊരു ഹീലിംഗ് പവർ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തി നിങ്ങളിൽ ആരോടൊക്കെ പറയുന്നു. ആ ഒരു ലെവലിൽ നിങ്ങൾ മുന്നോട്ടേക്ക് വരാൻ നിങ്ങളിൽ ആരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. 7 of Cup ആണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ആരുടെയൊക്കെ ലൈഫിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കരിയർ സംബന്ധമായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. ഇപ്പോൾ ജോലി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ജോലി ഇല്ലാതിരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ചില വ്യക്തികൾക്ക് ഒരു കൺഫ്യൂഷനാണ്. 2 കാര്യങ്ങൾ, അതായത് ഒരു 2 ജോലിയുടെ കാര്യത്തിൽ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന എനർജി കാണുന്നുണ്ട്, അല്ലെങ്കിൽ 2 കാര്യങ്ങളിൽ കൺഫ്യൂഷനായിട്ട് ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാതെ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന ഒരു എനർജി ആർക്കൊക്കെ കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമാകുന്ന ഏതായിരിക്കും ഞാൻ ചൂസ് ചെയ്യേണ്ടത്? നിങ്ങളുടെ മനസ്സിനെ ഫോളോ ചെയ്യാൻ, നിങ്ങളുടെ ഹൃദയത്തെ ഫോളോ ചെയ്യാനാണ്. ഹാർട്ട് പറയുന്നത് എന്താണ് അത് ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് നേരായ വഴിയിലൂടെ തന്നെ പോകും. നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന ഏത് വഴിയിലൂടെ പോയതാണ്. ഇവിടെ 2 വഴിയാണ്. അപ്പം 2 വഴിയിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കാൻ നിങ്ങളിൽ ആരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ജോലിയുടെ കാര്യത്തിലായിരിക്കും ചിലപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടായിരിക്കും. അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാതെ കൺഫ്യൂഷൻ ആയിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത്, അത് തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ വരാൻ പോകുന്നു എന്നാണ്. ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും, നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ഹാപ്പിനെസ് വരുന്നു, ഒരുപാട് സന്തോഷങ്ങൾ വരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം നിങ്ങളുടെ സ്വപ്നങ്ങളൊന്നും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്ന്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തായാലും, നിങ്ങളുടെ ഡ്രീംസ് എന്തായാലും അതെല്ലാം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും. അത് വിശ്വസിക്കാനാണ് പറയുന്നത്. വിശ്വസിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഡ്രീം ഉണ്ടായിരിക്കണം, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. ആ ഒരു സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നേടാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കണം. നിങ്ങളത് ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ എന്ന് നിങ്ങളിൽ ആരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പുതിയ തുടക്കം നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പലരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ എന്താണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. നിങ്ങളുടെ കരിയറിൽ എന്തൊക്കെ
മെസ്സേജ് ആണ് ലഭിക്കുന്നത്. അടുത്തതായിട്ട് അപ്രതീക്ഷിതമായിട്ട് വരാൻ പോകണം. ഇപ്പൊ അതോറിറ്റി വന്നിട്ടുണ്ട്. അതോറിറ്റി അതായത് നിങ്ങൾക്ക് ഗവൺമെന്റ് അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കാൻ പോകുന്നു. ഗവൺമെന്റ് ജോലിക്കായി കാത്തിരിക്കുന്നവരുണ്ടായെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി PSC ഒക്കെ എഴുതിയിട്ട് പ്രയോജനം ഉണ്ടോ, അതിനുവേണ്ടി കാത്തിരുന്നിട്ട് പ്രയോജനം ഉണ്ടോ എന്നൊക്കെ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ട്, ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് നിങ്ങളിൽ ആരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾ അവസാനിക്കുന്നു, ചിലത് തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവസാനിക്കാൻ പോകുന്നു. അതൊരു റീസ്റ്റാർട്ടിങ്, അത് പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ്, ന്യൂ ബിഗിനിങ് ആണ് കേട്ടോ. അതായത് ഒരു സൈക്കിൾ അവസാനിച്ചു, നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സൈക്കിൾ അവസാനിച്ചപ്പോൾ ചിലതൊക്കെ അവസാനിക്കുന്നു. അത് ചിലത് അവസാനിക്കുന്നുണ്ടെങ്കിൽ ചിലത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട് അടുത്തതായിട്ട്. അപ്പൊ നിങ്ങൾ ആ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങളായിരിക്കാം ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മൂവിങ് അപ്പ്, നിങ്ങളൊരു അടുത്ത ഒരു ലെവലിലേക്ക് കടക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ലെവൽ, ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ. കരിയർ ഈസ് ഓൺ ദ റൈസ്, അതായത് നിങ്ങൾക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വരും. നിങ്ങളുടെ കരിയർ ലൈഫ് ഒരുപാട് എന്താ പറയുക നല്ല രീതിയിൽ പോകുന്നു. അതായത് ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുന്നു, അതായത് അടുത്തൊരു ലെവലിലേക്ക് നിങ്ങൾ കയറാൻ പോകുന്നു. അതായത് കരിയറിൽ നമ്മൾക്ക് ഉയർച്ചകൾ വന്നുകൊണ്ടേ ഇരിക്കില്ല. അപ്പം ഇപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ആ ജോലിയിൽ നിന്ന് ഇരിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ജോലിക്ക് അന്വേഷിക്കുമല്ലേ. അപ്പോൾ വീണ്ടും നല്ല സാലറിയുള്ള കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ജോലിയൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കാൻ പോകുന്നു. കരിയറിൽ ഒരുപക്ഷെ ചിലർക്ക് പ്രൊമോഷൻ, അങ്ങനെ നിങ്ങളുടെ കരിയറിൽ ഉയർച്ചകൾ വരുന്നു. നിങ്ങളിപ്പോൾ നിൽക്കുന്നതിൽ ഒരു അടുത്ത ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാൻ പോകുന്നു നിങ്ങൾ ആരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സെലിബ്രേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയോ സന്തോഷങ്ങൾ വരാൻ പോകുന്നു, അതിന്റെ സെലിബ്രേഷൻ, അതിന്റെ ആഘോഷങ്ങൾ കാണുന്നു. അതായത് നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് അടുത്തായിട്ട് സന്തോഷം, നിങ്ങളത് സന്തോഷിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സന്തോഷങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില സന്തോഷങ്ങൾ നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട് കേട്ടോ എന്നാണ് കാണിക്കുന്നത്. ഫ്രൂട്ട്സ് ഓഫ് ലേബർ, അതായത് നിങ്ങൾക്ക് ഒരു റിച്ച് എനർജി കാണിക്കുന്നുണ്ട്. അടുത്ത നിങ്ങളുടെ ഒരു പ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന നല്ലൊരു സാമ്പത്തികമാണ്. നല്ല രീതിയിൽ സാമ്പത്തികം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അതായത് ഫ്രൂട്ട്സ് ഓഫ് ലേബർ, നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് ലഭിക്കുന്നു. നല്ല രീതിയിൽ സാമ്പത്തികം വരുന്നു. നല്ല രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഏതൊക്കെ വഴിയിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പണം വരുന്നു, അല്ലെങ്കിൽ ബിസിനസ്സിൽ ലാഭം വരുന്നു, അല്ലെങ്കിൽ കരിയറിൽ ഏതൊക്കെ വഴിയിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തികം വരുന്നു. സാലറി വർധനവായിരിക്കും, അങ്ങനെ എന്തൊക്കെയോ സാമ്പത്തികമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഉയർച്ച നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പല സോഴ്സിലൂടെ ആയിരിക്കും ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള വളർച്ച വരുന്നത്. അപ്പൊ നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണെന്ന് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ലൈഫിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ വരുന്നത്, ഈ പറഞ്ഞതൊക്കെ. അപ്പൊ ഏഞ്ചലിന് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഏഞ്ചലിന് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനുള്ളത് എന്നും കൂടെ നമുക്ക് നോക്കാം. റിമെയിൻ പോസിറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കും കേട്ടോ. അതായത് നിങ്ങൾ പ്രതീക്ഷിതമായിട്ട്, അതായത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. കോംപ്രമൈസ്, നിങ്ങളോട് ആരോടൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. കോംപ്രമൈസ്, ഇപ്പോൾ ഒരുപക്ഷെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ മാരേജ് ലൈഫിലായാലും കോംപ്രമൈസ് പറയുന്നുണ്ട്. ഇപ്പം ഫ്രണ്ട്ഷിപ്പിലായാലും കേട്ടോ, ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഡോണ്ട് സ്റ്റോപ്പ്, ചില കാര്യങ്ങൾ നിങ്ങൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാതെ ഇരിക്കാനാണ് പറയുന്നത്. അത് സ്റ്റോപ്പ് ചെയ്യാൻ സമയമായിട്ടില്ല, അത് നിർത്തരുത്, അത് സ്റ്റോപ്പ് ചെയ്യരുത് എന്ന് ചില കാര്യങ്ങളിൽ നിങ്ങളോട് പറയും. എന്ത് കാര്യമാണെന്ന് അറിയില്ല, നിങ്ങൾ എന്തെങ്കിലും ഇനി അത് ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാനിത് ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് നിർത്താൻ പോവാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഞാൻ ഇനി കാത്തിരിക്കുന്നില്ല, ഈ മാരേജ് ലൈഫിനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് എന്നൊക്കെ ആരെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ, നിർത്താൻ സമയമായിട്ടില്ല, കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ആരോടൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ അതാരാണെന്ന് അറിയില്ല, എന്തായാലും ഇതാണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുക്ക ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തൊക്കെയോ നല്ല നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ. നിങ്ങൾക്ക് സന്തോഷകരമായ കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.